നമസ്കാരം, പാലക്കാട് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഉണ്ണിലാൽ. പാലക്കാട് ജില്ലയിലെ മുടപ്പല്ലൂർ ടൗണിൽ നിന്നും 1/2 കിലോമീറ്റർ ദൂരം ഈ കാണുന്ന വഴിയിലൂടെ പോകണം നമ്മളിനി കാണാൻ പോകുന്ന വീട്ടിലേക്ക്. അതിന് സെൻട്രലായിട്ട് തന്നെ ഒരു പോസ്റ്റ് നിൽക്കുന്നുണ്ട് ഒരു സൈഡിൽ. പക്ഷെ അത് മാറ്റിത്തരാം എന്നാണ് ഇതിൻ്റെ ഉടമസ്ഥൻ പറയുന്നത്. വീടിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞിട്ടുണ്ട്, ഒരു 7000 രൂപ മുടക്കി കഴിഞ്ഞാൽ നമുക്കത് മാറ്റി ആ സൈഡിലേക്ക് ഇട്ട് തരും. ഈ വീടും പരിസരമൊക്കെ ഒന്ന് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പോസ്റ്റ് മാറ്റിത്തരും. 5 സെൻറ്റ് സ്ഥലത്ത് 2 വീട്, ഒരു RC വീടും ഒരു ഓടിട്ട വീടും. ഇതിന് ചോദിക്കുന്ന വില ആദ്യമേ പറയുന്നു, 18 ലക്ഷം രൂപ ചോദിക്കുന്നു. വില നെഗോഷ്യബിൾ ആണ്. നല്ലൊരു ഓടിട്ട വീടാണ് കേട്ടോ. അതായത് മുറ്റം, അത്യാവശ്യത്തിന് മുറ്റമുണ്ട്. വീടിൻ്റെ അകമൊക്കെ കാവിയാണ് ചെയ്തിരിക്കുന്നത്. കോളർ ബ്രിക്സ് കല്ലാണ് കൊണ്ടാണ് വീട് പണിതിരിക്കുന്നത്. അങ്ങനെ ചെതലോ അതൊന്നുമില്ല. വീട് നല്ല വീട് തന്നെയാണ്. ഇതിനോട് ചേർന്ന് തന്നെ ഒരു RC വീട് നിൽക്കുന്നു. ഒരു 15 വർഷത്തെ പഴക്കമുണ്ട്. പക്ഷേ കണ്ടാൽ പറയില്ല. അതിപ്പോഴാണ് തേപ്പ് പണിയൊക്കെ കഴിഞ്ഞത്. തേപ്പ് പണിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. വീടിൻ്റെ ഉള്ളൊക്കെ നേരത്തെ തേപ്പ് പണി കഴിഞ്ഞാണ്. വീടിൻ്റെ പുറകുവശമൊക്കെ തേപ്പ് പണി കഴിഞ്ഞിട്ടൊരു കുറച്ച് നാളേ ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ആ വീട് കാണുമ്പോൾ അറിയാം. ഈ ഓടിട്ട വീട്ടിൽ 3 ബെഡ്റൂം ഉണ്ട്. ഒരു ഹാള്, 3 ബെഡ്റൂം, അടുക്കള. അത്യാവശ്യം ഒരു ചെറിയ ഫാമിലിക്ക് അനുയോജ്യമായ ഒരു വീട് തന്നെയാണ്. ചെറിയ ബഡ്ജറ്റിലൊക്കെ ചോദിക്കുന്നവർക്കൊക്കെ ഈ വീട് നല്ലൊരു താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. കോയമ്പത്തൂർ, പൊള്ളാച്ചി, വടക്കഞ്ചേരിക്ക്, തൃശ്ശൂർ, പാലക്കാട് എന്നീ പോകുന്ന മെയിൻ ബസ് റൂട്ട് നെന്മാറ. ആ നെന്മാറ ടൗണിൽ നിന്നും 1/2 കിലോമീറ്റർ ദൂരവും മംഗലം ഡാമിലേക്ക് പോകുന്ന ബസ് റൂട്ടിൽ നിന്നും ഒരു 350-400 മീറ്ററിൻ്റെ ഉള്ളിലായിട്ട് വരുന്നൊരു വീടാണ് ഈ കാണുന്നത്. മൊത്തം ഒരു ടൗണിൽ നിന്നൊക്കെ നോക്കുക, മുടപ്പല്ലൂർ ടൗണിൽ നിന്നൊക്കെ ചിലപ്പോൾ 1/2 കിലോമീറ്ററിന് ശകലം കൂടാനൊക്കെ ചാൻസ് ഉണ്ടാവും. ചിലപ്പോൾ 700 മീറ്റർ വരെ പോകാം എന്നാണ് തോന്നുന്നത്. നമ്മൾ കൃത്യം പറയാൻ കഴിയില്ല. ഏകദേശം എൻ്റെ ഒരു ഐഡിയ വെച്ച് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ വീടിൻ്റെ അതിർത്തി ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ ഈ കാണുന്നത്. വീടിൻ്റെ പുറകുവശോട്ടാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ചുറ്റുഭാഗവും വീടുകളുള്ളൊരു ഏരിയയിലാണ് 2 വീട് നിൽക്കുന്നത്. വീടിൻ്റെ പുറകുവശം തേപ്പ് പണിയുടെ ബാലൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ 2 ഭാഗം തേച്ചിട്ടുണ്ട്. RC വീടിൻ്റെ ഏറ്റവും പുറകുവശവും തേക്കാനുണ്ട്. ഓടിട്ട വീടിൻ്റെ ഒരു 2-3 ഭാഗവും തേപ്പ് പണി ബാലൻസ് ഉണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ RC വീട്. അതിൽ ജനൽ പിടിപ്പിക്കാനും, കട്ടള മാത്രമേ ഉള്ളൂ ജനലിൻ്റെ. ഇനി ജനൽ പാളികളൊക്കെ പിടിപ്പിക്കാനുണ്ട്. വാതിൽ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ബെഡ്റൂം, ഒരു ഹാള്, ചെറിയൊരു അടുക്കള. ഇതാണ് ഈ RC വീട്ടിലുള്ളത്. ഒരു 450-500 സ്ക്വയർ ഫീറ്റിൻ്റെ വീടിൻ്റെ ഉള്ളിലേ വരുള്ളൂ. ഇവിടെയൊക്കെ ഇരുട്ടാണ്. അതായത് ലൈറ്റൊന്നും ഇല്ല. കറണ്ട് എടുത്തിട്ടുണ്ട്, പക്ഷേ വേറെ ബൾബൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ചെറിയൊരു ഫാമിലിയാണ്. അപ്പോൾ അവർ ചോദിക്കുന്ന വില ഞാൻ പറയുന്നു, 18 ലക്ഷം രൂപ ചോദിക്കുന്നു. വില നെഗോഷ്യബിളാണ്. അപ്പോൾ ഒരു വീട് നമുക്ക് താമസിക്കാനുമായി, ഒരു വീട് വാടകയ്ക്ക് കൊടുക്കാനുമായി. ഒരു 5000 രൂപ വാടക ചുരുങ്ങിയത് കിട്ടും. ചുറ്റുപാടും വീടുകളുള്ള ഒരു ഏരിയയിൽ തന്നെയാണ്. അപ്പോൾ വലിയ വലിയ വീടുകളുണ്ട് കേട്ടോ. ചുറ്റും വലിയ വീടുകളും ഉണ്ട്. അപ്പോൾ ഹൈ ടീം താമസിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ തന്നെയാണ് ഈ ഒരു വീടും വന്ന് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും അത്ര വലിയ വീടുകളൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ ഈ വീടിനോട് ചേർന്നിട്ട് ഒരു അമ്പലവും നിൽക്കുന്നു. വീടിൻ്റെ വലതുഭാഗത്തായിട്ട് ഒരു അമ്പലം കാണാം. നമ്മളിത് മുകളിലത്തെ നിലയിലേക്ക് പോകാനുള്ള, മുകളിലത്തെ ഓപ്പൺ ടെറസിലേക്ക് പോകാനുള്ള സ്റ്റെയറാണ്. വീടോ സ്ഥലമൊക്കെ വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവരാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സഹകരണവും സപ്പോർട്ടും എന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇതാണ് ടെറസ്, ഓപ്പൺ ടെറസിൻ്റെ മുകളിലാണ് കേട്ടോ നമ്മൾ കാണുന്നത്. അപ്പോൾ ചുറ്റുപാടും വീടുകളുണ്ട്. ഒത്തിരി വീടുകളുള്ള ഒരു ഏരിയ തന്നെയാണ്. 18 ലക്ഷം രൂപ നെഗോഷ്യബിളാണ്. 5 സെൻറ്റ് സ്ഥലവും 2 വീടിനും കൂടി ചോദിക്കുന്നത് 18 ലക്ഷം രൂപ. വില നെഗോഷ്യബിളാണെന്ന് ഓണർ പറഞ്ഞിരിക്കുന്നു. താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. ഒരിക്കൽ കൂടി പറയുന്നു, വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ചെറിയ ബഡ്ജറ്റുള്ള കുഞ്ഞു വീടുകളുമായി ഞങ്ങൾ വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും ബൈ.